അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മിറാറുബിന് സഈദ് അതുപോലെ അൽ അബ്ബാസുബിന് മിർദാസ് ഈ രണ്ട് കവികളുടെ കവിതകളെ അടിസ്ഥാനമാക്കിയിട്ട് ക്ലാസ് എടുത്തു. അപ്പോൾ ഇന്ന് എടുക്കാനുള്ളത് മുഹമ്മദ് ബിൻ ബഷീർ. മുഹമ്മദ് ബിൻ ബഷീർ എന്ന് പറയുന്ന ആൾ അബാ സുലൈമാൻ എന്ന പേരിൽ കിനായത്തുള്ള ആളാണ്. എന്ന പേരിൽ അറിയപ്പെടുന്ന കിനായത്തുള്ള ആളാണ് ആര്? നമ്മുടെ മുഹമ്മദ് ബിൻ ബഷീർ എന്ന് പറയുന്ന ആൾ. പിന്നെ അദ്ദേഹം ഒരുപാട് മദ്ഹുകൾ എഴുതിയിട്ടുണ്ട്, മറാസികൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളോട് കൂടെ കടവഴകി ജീവിച്ച ഒരാളാണ്. ദൗലത്തുൽ അമവിയ്യയിൽ ജീവിച്ച ആൾ കൂടിയാണ്. മനസ്സിലായല്ലോ? അപ്പം അദ്ദേഹം പറയുന്ന കാഴ്ചപ്പാടുകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. മാദാ യുകല്ലിഫുക റൗഹാതി വദ്ദുലജാ അൽബറ തൗറൻ വതൗറൻ തർകബുൽ ലുജജാ കം മിൻ ഫതൻ ഖസുറാത് ഫി الرزق خطوته ألفيته بسهام الرزق قد فلجا ماذا يكلفك روحات والدلجا البر ثورا وثورا تركب اللجاجا كم من فتى قصرت في الرزق خطوته ألفيته بسهام الرزق قد فلجا إن الأمور إذا سدت مسالكها إن الأمور إذا سدت مسالكها فالصبر يفتق منها كل ما ارتججا لا تيأسن وإن طالت مطالبة إذا استعنت بصبر أن ترى فرجا أخلق بذي الصبر أن يهلا بحاجته ومدمن القرع للأبواب أن يلجا قدر لرجلك قبل الخطب موضعها فمن على زلقا عن غرة زلجا ولا يغرنك صفو أنت شاربه فربما كان بتقدير ممتزجا മുഹമ്മദ് ബിൻ ബഷീർ എന്നിവർ പറയുന്നത് ഓരോ മനുഷ്യരിലേക്കും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, എന്താണ് മനുഷ്യന്മാരെ, നിങ്ങൾ നിരന്തരം ജോലിയിലാണല്ലോ, നിരന്തരമായിട്ട് നിങ്ങൾ രാത്രിയിലും പകലിലും നിങ്ങൾ അധിക സമയത്തും കരയിലും കടലിലും എല്ലായിടത്തും സഞ്ചരിച്ച് നിങ്ങൾ അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കുകയാണല്ലോ. നിരന്തരമായ യാത്രകളൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് ചെറിയ ചെറിയ രീതിയിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടിയാൽ പോലും അള്ളാഹു എന്താണോ നിങ്ങൾക്ക് കണക്കാക്കിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ എന്തിനാണ് നിങ്ങൾ രാത്രിയും പകലും ഇല്ലാതെ നിരന്തരമായി സാമ്പത്തികമായി സ്രോതസ്സുണ്ടാക്കാൻ ഓടുന്നത്? എന്തിനാണ് നിങ്ങൾ കുതിച്ചു കിതക്കുന്നത്? മാദാ യുകല്ലിഫുക, നിന്നെ എന്താണ് കീർത്തിക്കുന്നത്? നിന്നെ എന്താണ് കീർത്തിക്കുന്നത്? എന്നോട് എന്താണ് കീർത്തിക്കുന്നത്, കൽപ്പിക്കുന്നത്? അർറൗഹാത്ത്, പ്രഭാതത്തിലുള്ള സഞ്ചാരത്തെ, വദ്ദുലജ, രാത്രിയിലുള്ള സഞ്ചാരത്തെ. അദ്ലജ യുദ്ലിജു, രാത്രി സഞ്ചരിക്കുന്നതിനാണ് ദൽജ് എന്ന് പറയാം. അപ്പൊ രാത്രിയിലും പകലിലും എന്തുകൊണ്ടാണ് മോനെ നീ ഇങ്ങനെ ഓടി പിന്നെ ആകെ ഇടങ്ങാറാവണ്? എന്തിനങ്ങനെ പ്രയാസപ്പെടുന്നത്? നിനക്ക് വേറെയും പണികളൊന്നുമില്ലേ?
നിരന്തരമായി സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഓടുക. എന്താ അതുകൊണ്ടുള്ള നേട്ടം? അൽബറ തൗറൻ, ഒരു സമയത്ത് നിങ്ങൾ ഉള്ളത് കരയിലാണ്, ചില ഘട്ടങ്ങളിൽ നിങ്ങൾ കരയിലൂടെ സഞ്ചരിക്കുന്നു. വതൗറൻ തർകബുല്ലുജജ, ചില സമയങ്ങളിൽ നിങ്ങൾ കടലിൽ കയറുന്നു, കടലിലൂടെ കപ്പലിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നു. എന്നാൽ കേട്ടോളോ, കമ്മിൻ ഫതൻ ഖസുറാത് ഫിർസിഖി ഖുത്വതുഹു അൽഫൈതഹു ബിസിഹാ മിർ റിസ്ഖി ഖദ് ഫലജാ. കമ്മിൻ ഫതൻ, എത്ര യുവാക്കളാണ്, ഖസുറത്ത് ഫിർ റിസ്ഖി, റിസ്ഖിന്റെ വിഷയത്തിൽ കുറഞ്ഞിട്ടുണ്ട്, ഖുത്വതുഹു, അവർക്കുള്ള കാൽപാദത്തിന്റെ ചവിട്ടടികൾ എന്ന് പറഞ്ഞാൽ കുറേ ഒന്നും അവർ സഞ്ചരിച്ചിട്ടില്ല. എന്നാൽ അൽഫൈതഹു, നിനക്ക് അവരെ കണ്ടെത്താൻ സാധിക്കും, ബിസിഹാമി റിസ്ഖി, റിസ്ഖിന്റെ ഓഹരി കൊണ്ട് നിനക്ക് അവരെ കണ്ടെത്താൻ സാധിക്കും. ഖദ് ഫലജ, അവർ മികച്ചിരിക്കുന്നു എന്ന് പറയാം. നിങ്ങൾ നിരന്തരം കടലിലും കരയിലും അങ്ങനെ നിങ്ങൾ ഓടിക്കതക്കാണ്. എന്നാൽ അത്രയൊന്നും ഓടിക്കതക്കാതെ സ്വന്തം നാട്ടിൽ നിന്ന് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് കുറച്ചൊക്കെ റെസ്റ്റ് കൊടുത്ത് അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ. അവർക്ക് ജീവിതം വളരെ ലാവിഷാണ്. അവർ നിരന്തരമായി രാത്രി പകലും ഫുള്ളായിട്ട് അധ്വാനിക്കൊന്നുമില്ല. എന്നിട്ടും അവർക്ക് അല്ലാഹു നൽകിയ റിസ്കുകൾക്ക് ഉഷാറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മതി. അല്ലാതെ രാത്രിയും പകലും കൂടെ ഫുൾ ടൈം ജോലി എന്നുള്ളത് ഒഴിവാക്കണം എന്നുള്ളത് അത്ര പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല എന്നാണ് നമ്മുടെ മുഹമ്മദ് ബിൻ ബഷീർ എന്നവർ സമർത്ഥിക്കുന്നത്. മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചില ഗൾഫ് അല്ലെങ്കിൽ പ്രവാസികളുടെ ജീവിതം. അവർ പോയി പിന്നെ ചില ആളുകളൊക്കെ 20-30 വർഷമൊക്കെ അവിടെ നിൽക്കും. എന്നാൽ പെണ്ണുങ്ങൾ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. എന്താണെന്നൊക്കെ അവസ്ഥ ശരിക്കും ആലോചിക്കുകയാണെങ്കിൽ അവർക്ക് മതിയായത് കിട്ടുകയാണെങ്കിൽ തിരിച്ച് അവർ നാട്ടിൽ വന്നൂടെ. പക്ഷെ ചില ആളുകളൊന്നും വരൂല. എന്നിട്ട് ലാസ്റ്റ് പിന്നെ മരിച്ചാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടിരിക്കലാകുമ്പോൾ എന്ത് ചെയ്യുക, വരിക 4-5 ദിവസം കടന്നിട്ട് അതിൽ പോയി മരിച്ച. അല്ല, അവസ്ഥ ആലോചിച്ചൊക്കെ മരിക്കണ അവസ്ഥ. നേരെ മറിച്ചൊക്കെ ഉള്ള കാലം ഒരു നല്ല റാഹത്തിൽ പെണ്ണുങ്ങളും കുട്ടികളായിട്ടൊക്കെ കമ്മിയായിട്ടൊക്കെ ജീവിക്കാൻ എന്ത് റാഹത്തുണ്ടാവും, സന്തോഷം ഉണ്ടാവും. നാട്ടിൽ തന്നെ പരമാവധി ഒതുങ്ങിക്കൂടാണെങ്കിൽ അല്ലേ? അല്ലേ? പറഞ്ഞത് ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? യെസ്, നിങ്ങൾക്ക് തന്നെ ചില ആളുകൾക്ക് മനസ്സിലാവുണ്ടാവും അല്ലേ? അപ്പോൾ അതാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു പ്രസ്താവന എന്ന് പറയുന്നത്, എന്ത് കാര്യവും ശ്രദ്ധിക്കണ്ടോ, എന്ത് കാര്യമാണെങ്കിലും എത്ര തന്നെ അതിൻ്റെ പ്രവേശന കവാടം അടക്കപ്പെട്ടതാലും അല്ലെങ്കിൽ അത് ഇടുങ്ങിയാലും നമ്മൾ ക്ഷമിച്ചാൽ ഏത് കാര്യങ്ങളും ഏത് അടഞ്ഞ വാതിലുകളും തുറക്കപ്പെടും. കുറച്ച് കൂടുതൽ സമയം ക്ഷമിക്കേണ്ടി വരുമെന്ന് മാത്രം. ക്ഷമ ഈമാന്റെ ഭാഗമാണ് എന്നാണല്ലോ. കാര്യങ്ങൾ ഇതൻ സദ്ദത്ത് മസാലിക്കുക, അതിന്റെ പ്രവേശന കവാടം എങ്ങാനും അടഞ്ഞു കഴിഞ്ഞാൽ, ഇടുങ്ങിയാൽ, ഫസ്വബ്റു യഫ്തുകു മിൻഹ, അതിൽ നിന്നും ക്ഷമ എന്നുള്ളത് തുറക്കും. കുല്ലമർത്തതജ, എന്തൊക്കെയാണ് അടഞ്ഞു കിടക്കുന്നത് അതൊക്കെ തുറക്കാനുള്ള കപ്പാസിറ്റി എന്തിനുണ്ട്? ക്ഷമിക്കുക എന്നുള്ള ഒരു സംഗതിക്കുണ്ട്. ക്ഷമിച്ച് കുറച്ചേരം അങ്ങനെ വെയിറ്റ് ചെയ്ത് അപ്പോൾ എന്ത് ചെയ്യും? ഇതിലൊക്കെ തീരുമാനമാവും. അല്ലാതെ പെട്ടെന്ന് ചടപടാ എന്ന് പറയുന്നത് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും കഴിയണം എന്നില്ല. മനസ്സിലായല്ലോ? ക്ഷമിക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരു മെഡിസിൻ. മനസ്സിലായില്ലേ? അപ്പോൾ ലാ തയ്യസന്ന, അതുകൊണ്ട് നിരാശരാവരുത് കുട്ടികളെ. വൈൻ തോലത്ത് മുതാലബത്തുൻ, തേടപ്പെട്ട കാര്യങ്ങൾ എത്ര നീണ്ടുപോയാലും ചിലപ്പോൾ റിക്വസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടാകും, പക്ഷെ അത് സ്വീകരിക്കാൻ കുറേ സമയമൊക്കെ ആവും. അപ്പോൾ എന്താണത് കരുതി ബേജാറാവണ്ട. പെട്ടെന്ന് ചിലതൊന്നും കിട്ടൂല. രേഖകൾ ശരിയാക്കലും സംഗതികളും അല്ലേ. അപ്പോൾ വേറെയും കുറേ കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണമെന്നില്ല. ചിലപ്പോൾ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ വെയിറ്റ് ചെയ്യന്നെ. നിരാശരാവരുത്, ആശമുറയരുത്. ഇതസ്തഅൻത ബിസബരിൻ, സബർ കൊണ്ട് നീ സഹായം തേടിയാൽ, അൻതറ ഫറജ,
നിങ്ങൾക്ക് ഒരു ഫറജിനെ കാണാൻ സാധിക്കും. അപ്പോൾ എത്ര പ്രതിസന്ധിയും പ്രയാസം പരിഭവമാണെങ്കിലും അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അങ്ങനെ മാറിക്കോളും. ഒറ്റയടിക്കൊന്നും ചിലപ്പോൾ മാറൂല. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തീരുമാനമാവണമെന്ന് കരുതിയാൽ അത് നടക്കൂല. പക്ഷെ കുറച്ച് ക്ഷമിച്ചാലെന്ത് ചെയ്യും? അത് നടക്കും. അഖ്ലഖ് ബിദിസ്സബ്രി അൻ യഗ്ലാ ബിഹാജതിഹി വമുദ്മിനിൽ ഖറഇൽ അബ്വാബി അൻ യലിജ. അഖ്ലഖ് എത്രയോ യോഗ്യമാണ്, ബന്ധപ്പെട്ടതാണ്. ബിദിസ്സബ്രി ക്ഷമിക്കുന്ന ആൾക്ക് എത്രയോ ബന്ധപ്പെട്ടതാണ്. അൻ യഗ്ലാ ബിഹാജതിഹി അവൻ്റെ ആവശ്യം നേടിയെടുക്കാൻ അവന് കഴിയും. അല്ലേ? നിങ്ങൾ 12 കൊല്ലം പഠിക്കുക, അതൊരു ക്ഷമയുടെ ബാലപാടാണ് അല്ലേ? അപ്പോൾ ഉദവിയാവുള്ളൂ എന്നാകുമ്പോൾ 10ാം ക്ലാസ്സിൽ നിന്ന് പോകരുത്. പോകരുത്. അത് 12 ഫുള്ളാക്കാൻ നോക്കണം. അല്ല തെങ്ങ് പോലെ ആവരുത്. തെങ്ങിൻ്റെ പ്രത്യേകത എന്താ? കരിക്ക് കളഞ്ഞതിനും എല്ലാ സാധനവും ഉണ്ടാവും അല്ലേ? പക്ഷെ എല്ലാം തേങ്ങയാവോ? ഇല്ല. കുറേ അച്ചിങ്ങായിട്ട് അങ്ങനെ പോകും ചെറുപ്പത്തിലെ. ചിലപ്പോൾ ഇളനീറാണ് സമയത്ത് പോകണം, അങ്ങനത്തെ ഉണ്ട്. തേങ്ങ എന്ന് പറഞ്ഞ സാധനം ആവണമെങ്കിൽ കുറച്ച് പണിയില്ലേ? എന്നതുപോലെ തന്നെ ഉദവി എന്ന് പറയുന്നത് ഫുള്ളാക്കുക എന്നുള്ളതാണ്. ഒരു തേങ്ങ ഒരു ഫുള്ളാവുന്ന, ചാടാതെ അച്ചിങ്ങൊന്നും ചാടാതെ അങ്ങനെ വലുതായി അതിജീവിച്ച് കണ്ടാണ് അവിടെ കുറച്ച് തേങ്ങളെ ആവുള്ളൂ അല്ലേ? ബാക്കിയൊക്കെ പോവില്ലേ? അപ്പോൾ ആ കുറച്ച് ആളുകൾ നമ്മളാവണമെന്ന് നമ്മൾ കണക്കാക്കണം. മനസ്സിലായോ? വമുദ്മിനിൽ ഖറഇ ലിൽ അബ്വാബി യലിജ. വാതിൽ കുറേ മുട്ടിയാൽ എന്ത് ചെയ്യും? നിരന്തരമായി വാതിൽ മുട്ടാണെങ്കിൽ അയലിജ പ്രവേശിക്കാൻ അവന് കഴിയും. ഒരു വട്ടം മുട്ടി, ചിലപ്പോൾ കേട്ടിട്ടും കൂടി ഉണ്ടാവില്ല. ആ കക്കൂസിൽ വെള്ളം തിരിച്ചാണ്ട് അല്ലേ, അവൻ തിരിച്ചിട്ടോ. അപ്പോൾ ഒരു കുട്ടികൾ ചിലപ്പോൾ കേൾക്കണമെന്നില്ല. അപ്പോൾ 2-3 കുട്ടിയാ നമുക്ക് സമയക്കൂടൂലേ എന്നൊരു ബോധം വരും. അപ്പം എന്ത് ചെയ്യും? പെട്ടെന്ന് അടുത്താക്ക് കക്കൂസ് പോകാൻ അവസരം നൽകും, ലഭിക്കപ്പെടും അല്ലേ? അതൊരർത്ഥം. പക്ഷെ അത് മൊത്തത്തിൽ ഇതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നിരന്തരമായ ഒരു കാര്യത്തിൽ നമ്മൾ ഇടപെടാം. കണ്ടിന്യൂസ് വർക്ക്, ടയർലെസ് വർക്ക്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് മൗലായ, എല്ലാവരും ഒപ്പം പാടി. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. എന്താ ചില ആളൊന്നും പാടാത്ത? ഇതെന്താ പാടാത്ത? പാട്, ഉഷാറേ പാട്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ഖദ്ദിർ ലിരിജ്ലിക ഖബ്ലൽ ഖത്വി മൗദിയഹാ. ഏത് സ്ഥലത്താണോ നിങ്ങൾ നിങ്ങളുടെ പാദം പതിപ്പിക്കുന്നത്, എവിടെയാണോ നിങ്ങൾ നിങ്ങളുടെ സ്റ്റെപ്പുകൾ വെക്കുന്നത്, അതിനു മുമ്പ് നിങ്ങളുടെ കാലിനെ നിങ്ങൾ പാകപ്പെടുത്തണം. മനസ്സിലായോ? കാലാണ് നമ്മളെ കാലാണെന്ന് കരുതിയിട്ട് നീട്ടി വലിച്ച് ഏന്തി തോന്നുന്നിടത്തൊക്കെ വെക്കാൻ പറ്റൂല. ചിലപ്പോൾ വൈദ്യുത സ്ഥലമാവും. അപ്പോൾ ഒരു പോക്കണം പോയി കാര്യം. അപ്പോൾ എപ്പോഴും മുന്നോട്ടുള്ള ആ ഒരു ചലനത്തിൽ നന്നായി ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നർത്ഥം. തോന്നിയിടത്തൊക്കെ എല്ലാത്തിനും ഇടപെടുക, അതും പറ്റൂല. മനസ്സിലായോ? എന്ത് കാര്യം ചെയ്യുമ്പോഴോ എന്ത് ചെയ്യാം? മുൻകൂട്ടി പ്രീ പ്ലാനഡ് ആവണം എന്നുള്ള ഒരു ഉദ്ദേശമാണത്. നിങ്ങൾക്കറിയില്ലേ, പിന്നെ വണ്ടികളൊക്കെ, ചില വണ്ടികളൊക്കെ ഓടണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാം? അവിടെ ആദ്യം തന്നെ പൈസ കൊടുക്കണം. എന്നാൽ പിന്നെ നമ്മൾ വഞ്ചിക്കപ്പെടില്ല. ഉണ്ട്, അങ്ങനെ സ്ഥലങ്ങളുണ്ട്. ആദ്യം തന്നെ പൈസ കൊടുക്കുക. എന്നിട്ട് അപ്പോൾ എന്ത് ചെയ്യും? സ്ഥലം വരെ ഓരോ എന്ത് ചെയ്യും? കൊടുക്കും. അതുവരെ ഓടും. ആ ഫസ്റ്റ് തന്നെ കൊടുത്ത പൈസ ഉണ്ടല്ലോ, അതേ കാര്യം ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് പിന്നെ ബില്ലടിച്ചിട്ടാണ് ഈ ഓടാൻ തന്നെ ഉണ്ടാവുള്ളൂ. ടാക്സികൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ വഞ്ചിക്കപ്പെടില്ല. അത് നല്ലൊരു കാര്യമാണ്. ഓട്ടോറിക്ഷകളൊക്കെ നിരത്തി ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ
എന്ത് ചെയ്യണം, അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്, ഇല്ല എന്ന് പറഞ്ഞാൽ തമാശ പറയല്ല, അങ്ങനെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, അവരാദ്യം തന്നെ അടിച്ചു തരും. ബില്ലൊക്കെ അടിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടാവും അതിനായിട്ട്. അങ്ങനത്തെ കുറച്ച് ഓട്ടോറിക്ഷകൾ ഉണ്ടാവും, ഓലങ്ങനെ ഓടും. അപ്പോൾ എവിടേക്കാണെങ്കിലും അതിന് കണക്കുണ്ടാവും, അതുകൊണ്ട് വഞ്ചിക്കപ്പെടില്ല. മനസ്സിലായോ? മറ്റേത് ലാസ്റ്റ് എത്താൻ നേരത്തേക്കാരൻ ആലയിക്കുക ഓട്ടോറിക്ഷക്കാരൻ എത്ര അത് വാങ്ങുക, സാധാ വാങ്ങില്ലാതെ അപ്പോൾ കുറച്ചുകൂടി കൂടുതലൊക്കെ വാങ്ങും. അതെന്താണ്, ഒരു പ്രീ പ്ലാനഡാ. എന്നതുപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് പ്രീ പ്ലാനായിട്ട് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് നമുക്ക് ഗുണങ്ങളുണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അതുകൊണ്ട് ഖദ്റിൽ രിജിലിക, നിന്റെ കാല് വെക്കുമ്പോൾ നീ നോക്കണേ, കണക്കാക്കണേ. ഖബലൽ ഖദ്വി, ചവിട്ടുന്നതിന് മുമ്പ് മൗളിയഹ, അതിൻ്റെ യഥാർത്ഥ സ്ഥലം ഏതാണെന്ന്. ഫമൻ അലാ സലഖൻ, വഴുതുന്ന സ്ഥലത്ത് ആരെങ്കിലും കയറിയാൽ, അൻഗിറത്തിൻ, അശ്രദ്ധവാനായിക്കൊണ്ട് വഴുതുന്ന സ്ഥലത്തിൽ ആരെങ്കിലും കയറിയാൽ, സലജാവൻ, വഴുതി വീഴുന്നതാണ്. അതുകൊണ്ട് ഉറച്ച ഭൂമിയിൽ പ്രവേശിക്കുമ്പോൾ ശരിക്ക് നടക്കാം, അല്ലേ? വലാ യഗുറന്നക സഫവൻ അൻത ശാരിബുഹു, വലാ യഗുറന്നക സഫവൻ അൻത ശാരിബുഹു, ഫറബ്ബമാ കാന ബി തഖദീരി മുംതസിജാ. വലാ യഗുറന്നക, നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. സഫവൻ അൻത ശാരിബു, നീ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ അത് തെളിഞ്ഞ വെള്ളമാണ് എന്ന് കരുതി നീ കൂടുതൽ കുടിക്കാനും നിൽക്കണ്ട. അത് നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ. കാരണം എത്ര നല്ല വെള്ളമാണെങ്കിലും അത് കലർപ്പ് കൊണ്ട് കലങ്ങിയ വെള്ളം ഒന്ന് ചേർന്നിട്ടുണ്ടാകും. അങ്ങനെയുള്ള വെള്ളം ഉണ്ടാവില്ലേ, കലങ്ങിയ വെള്ളം ചേർന്നിട്ട് പിന്നെ തെളിഞ്ഞു വന്ന. അപ്പൊ ഫുള്ള് തുടക്കം മുതൽ അവസാനം വരെ നല്ല വെള്ളം എന്നൊന്നും നമുക്ക് കരുതാൻ പറ്റൂല. മനസ്സിലായോ? തെളിഞ്ഞ വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് പാത്രക്കടവ് ഓർമ്മ വരും. പാത്രക്കടവ് കേട്ടിട്ടുണ്ട് നിങ്ങൾ? പാത്രക്കടവ് നല്ലൊരു സ്ഥലമാണ്, നല്ല ഏരിയ, ഒരുപാട് ആളുകൾ ടൂറിസ്റ്റുകളൊക്കെ വന്ന സ്ഥലം. നല്ലൊരു സ്ഥലമാണ്. അവിടെ എന്ന് വെച്ചാൽ മലയിൽ നിന്നൊക്കെയാണ് വരുന്നത്, പർവ്വതത്തുനിന്നോ അങ്ങനെ അവിടെ നിന്നൊക്കെ വരുന്ന സാധന. വള്ളി നല്ല സ്ഥലമാണ്, അടിപൊളി സ്ഥലം. പാത്രക്കടവ് എന്നാണ് അതിന് പറയാം. ഉണ്ടോ? അതൊക്കെ പാത്രക്കടവത്തെ ചില ചില ദൃശ്യങ്ങളാണ് ഇതൊക്കെ. പാത്രക്കടവ് കണ്ണങ്ങള് ഇതിലാറൊക്കെ രസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലോറൊക്കെ നല്ല രസമുള്ളതൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ പിന്നെ നമുക്ക് കാണാം. നിങ്ങൾ നേരിട്ട് പോയി കാണുമ്പോൾ ഒന്നും കൂടി രസം ഉണ്ടാവും. ഇൻഷാല്ലാ. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഷോർട്ട് നിങ്ങൾ എഴുതി വരിക കേട്ടോ. ഇതിൻ്റെ ഷോർട്ട് നിങ്ങൾ എഴുതി വരിക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.